ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോർഷനാണ് നോക്കാൻ പോകുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇതിൻ്റെ 3 കോൺസെപ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ബാക്കിയാണ് പറയാൻ പോകുന്നത്. 4ാമത്തെ പ്രോപ്പർട്ടിയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡിങ് ഓഫ് ഡേറ്റ. കുറച്ച് ഡേറ്റ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം യൂസർക്ക് ആവശ്യമുള്ള ഡേറ്റാസ് മാത്രം പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള അതിൻ്റെ പുറകിൽ നടക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണോ, ഡേറ്റാസ് എങ്ങനെയാണോ സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു യൂസർക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡേറ്റ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഒരു വലിയ ഗുണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് ബാക്കി ലാംഗ്വേജുകളെക്കാളും വേറൊരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനേക്കാളും സെക്യൂരിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ കൂടുതൽ സെക്യൂർ ആകാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിക്വയർ ആയിട്ടുള്ള ഒരു യൂസർക്ക് ആവശ്യമായിട്ടുള്ള ആ യൂസർ കാണേണ്ട കാര്യങ്ങൾ മാത്രം യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇംപ്ലിമെൻ്റ് ആവും. എപ്പോഴാണ്? ക്ലാസിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും എല്ലാം കോഡുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം അവിടെ സംഭവിക്കും. ഓൾറെഡി ആ ഒരു ക്ലാസ് ഒബ്ജക്റ്റ് ഇംപ്ലിമെൻ്റ് ആവുന്ന സമയത്ത് തന്നെ ഡേറ്റ അബ്സ്ട്രാക്ഷനും കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹൈഡിങ് ഓഫ് ഡേറ്റയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു യൂസർക്ക് റിക്വയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഉള്ള ഒരു ക്ലാസ്സിൽ നിന്നും പുതിയ ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഉള്ള ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്നോ എക്സിസ്റ്റിംഗ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ പേരൻ്റ് ക്ലാസ് എന്നോ ഒക്കെ പറയുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ്സിനെ ന്യൂ ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പേരൻ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ഈ പറയുന്ന ചൈൽഡ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രധാന യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡിൻ്റെ റീയൂസബിലിറ്റിയാണ്. അതായത് മുകളിലത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ താഴത്തെ ക്ലാസ്സിൽ നമുക്ക് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 തവണ നമുക്ക് കോഡുകൾ എഴുതേണ്ടി വരുന്നില്ല. ജസ്റ്റ് ആക്സസ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതുകൊണ്ടാണ് കോഡിൻ്റെ റീയൂസബിലിറ്റി ഇൻഹെറിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും കോഡുകൾ എഴുതുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറേയധികം മെമ്മറി സ്പേസ് ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ആവുന്നില്ല. വീണ്ടും കോഡ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ സമയം വേസ്റ്റ് ആവുന്നില്ല, മെമ്മറി വേസ്റ്റ് ആവുന്നില്ല, അതുപോലെ തന്നെ കോഡിൻ്റെ റീയൂസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രധാന പോയിൻറ്റ്സ്. ഈ ഇൻഹെറിറ്റൻസിനെ അതിൻ്റെ സിൻടാക്സ് അനുസരിച്ച് 5 എണ്ണമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 5 എണ്ണമാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഈ 5 ഇൻഹെറിറ്റൻസുകളാണ് ഉള്ളത്. സിംഗിൾ, മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ, ഹൈറാർക്കിക്കൽ ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇത് ഓരോന്നിനും അതിൻ്റേതായ സിൻടാക്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോം നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ സെയിം ആണ്. അതിൻ്റെ സിൻടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തേത് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ പോളി എന്നുള്ള ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. മെനി അല്ലെങ്കിൽ ഒന്നിലധികം എന്നുള്ള മീനിങ്. അപ്പോൾ അത് തന്നെയാണ് പോളിമോർഫിസം. ഹാവിങ് മെനി ഫോംസ്, ഒന്നിലധികം ഫോംസ് ഉള്ളതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സിനെ തന്നെ ഒന്നിലധികം ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. ഇതിൽ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിനെ എയർലി ബൈൻഡിംഗ് എന്നും റൺ ടൈം പോളിമോർഫിസത്തിനെ ലേറ്റ് ബൈൻഡിങ് എന്നും പറയുന്നു. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് നമ്മുടെ കമ്പൈൽ ചെയ്യുന്ന സമയത്താണ് സംഭവിക്കുന്നത്. റൺ ടൈം പോളിമോർഫിസം റൺ ചെയ്യുന്ന സമയത്തുമാണ് സംഭവിക്കുന്നത്. ഇത്രയാണ് പോളിമോർഫിസം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.